സോ കീം 2024 വളരെയധികം പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ നല്ല ലെങ്തി ആയിരിക്കും. നിങ്ങളെല്ലാവരും മുഴുവൻ കാണുക, മുഴുവൻ കണ്ടിട്ട് മാത്രം കമൻറ്റ് ഇടുക. ഓക്കെ, ഇത് ആരും എതിർക്കാനോ കഷ്ടപ്പെടുത്താനോ ഒന്നുമല്ല. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ റിസൾട്ട് അനാലിസിസ് ഡിസ്കസ് ചെയ്യണം. എസ്പെഷ്യലി റാങ്കിൻ്റെ പ്രോബ്ലമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല സ്റ്റേറ്റ് സ്റ്റുഡൻസിനും അവർ പ്രതീക്ഷിച്ച റാങ്ക് കിട്ടിയില്ല. അതിൻ്റെ കാരണം അവർ പഠിക്കാത്തതുകൊണ്ടല്ല, സ്റ്റാൻഡർഡൈസേഷൻ്റെ ഒരു പ്രോബ്ലം കാരണമാണ്. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ ഓൾറെഡി നമ്മുടെ ചാനൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പക്ഷേ നമ്മൾ ഈ വീഡിയോനകത്ത് റിസൾട്ട് അനാലിസിസ് നമുക്ക് നോക്കാം. സോ നിങ്ങളുടെ കീമിൻ്റെ റാങ്ക് ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പം വരുന്ന മെയിൻ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത്. ചിലപ്പം CBSEയിൽ ഒരു കുട്ടി 300 വാങ്ങിയപ്പോൾ അവൻ്റെ സ്റ്റാൻഡർഡൈസ് സ്കോർ 300 297 വാങ്ങിയപ്പോഴും അവൻ്റെ സ്റ്റാൻഡർഡൈസ് സ്കോർ 300 അങ്ങനെ അവന് റാങ്ക് 1, 2 കിട്ടി. പക്ഷേ സ്റ്റേറ്റിൽ ഇതേ അവസ്ഥയിൽ കീമിൻ്റെ പേഴ്സൻറ്റേജിൽ 100 വാങ്ങി, അതേപോലെ തന്നെ CBSEക്ക് സ്റ്റേറ്റിലെ എക്സാമിന് 360 വാങ്ങി. പക്ഷേ അവൻ്റെ റാങ്ക് വരുമ്പോൾ 25 ചുരുങ്ങി. അപ്പോൾ ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് വാങ്ങി എൻട്രൻസ് എക്സാമിലും സ്റ്റേറ്റ് സിലബസ് എക്സാമിലും വാങ്ങി, പക്ഷേ ആ കുട്ടിക്ക് ഒരിക്കലും റാങ്ക് 1 എത്താൻ പറ്റുന്നില്ല എന്നുള്ളത്. അതേപോലെ ഈ ഒരു നമ്മളെപ്പോഴും ടോപ്പേഴ്സിൻ്റെ കാര്യമാണ് സംസാരിക്കാറ്, പക്ഷേ ടോപ്പേഴ്സിൻ്റെ കേസല്ല. അതേപോലെ സാധാരണ ഇപ്പോൾ 10,000 15,000 പ്രതീക്ഷ എടുക്കുന്ന കുട്ടികൾക്ക് വരെ 20,000 18,000 അങ്ങനെ കുറേ റേഞ്ച് മാറി, ഓൺലി ബിക്കോസ് ഓഫ് +2 മാർക്ക്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒരു അനാലിസിസ് പോലെ കാണിച്ചു തരാണ്. ഒരു ചാനൽ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം കീം 2021 പോവാം. നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ട അവിടെ നിന്നാണ്. കീം 2021 സംഭവിച്ചൊരു കാര്യം ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മുടെ സ്റ്റേറ്റ് സിലബസുകാർക്ക് എന്ന് കൊടുക്കുകയാണ്. സ്റ്റേറ്റ് സിലബസുകാർക്ക് അന്ന് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് അവർക്ക് ഒരു 100, ഞാനിപ്പോൾ അപ്രോക്സിമേറ്റ് പറയുകയാണ്, ഒരു 98% സ്റ്റുഡൻസിനും ബിലോ ആവറേജ്, എബോ ആവറേജ്, ബ്രൈറ്റ് സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ എക്സലൻറ്റ് സ്റ്റുഡൻസ് ആയാലും ഏതൊരു കുട്ടിയാണെങ്കിലും ആൾക്കാർക്ക് +2 മാർക്ക് വരുന്നത് 300 ആയിരുന്നു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ. കാരണം അവർക്ക് ഫോക്കസ് ഏരിയ വെച്ചിട്ട് 60 മാർക്ക് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുന്നൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് 2021. അങ്ങനത്തെ ഒരു കേസ് വന്നപ്പോൾ കുറേ കുട്ടികൾക്ക് ഫുൾ മാർക്കായി. അവിടെ ഒരു സാധാരണ കുട്ടിയെന്നില്ല, എല്ലാ കുട്ടികൾക്കും ഏകദേശം ഫുൾ മാർക്ക്. 98%, 97% കുട്ടിക്ക് ഫുൾ മാർക്ക് എന്ന് വെച്ചാൽ അവർക്ക് ജസ്റ്റ് ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതിൽ ആരാണ് നന്നായിട്ട് പഠിക്കുന്നത്, ആവറേജ് പഠിക്കുന്നത്, ആരാണ് സൂപ്പർ പഠിക്കുന്നത്, അങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ആ ഇയറിൽ +2 മാർക്ക് ക്യാൻസൽ ചെയ്തു. +2 മാർക്ക് ഇനി മുതൽ കീമിന് എടുക്കുന്നില്ല എന്നൊരു രീതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗവൺമെൻറ്. എസ്പെഷ്യലി ഫോർ എന്താ പറയുക, കാരണം CBSE കുട്ടിക്ക് ആ സമയത്ത് ഫുൾ മാർക്ക് ഒന്നും ഇല്ലായിരുന്നു. അവർ എക്സാം എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് ഒന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും 87, 95, 93 ആ ലെവലിലുള്ളൂ. ഒരിക്കലും സ്റ്റേറ്റ് സ്റ്റുഡൻസിന് അടുത്തെത്തില്ല. അപ്പം ഒരു നല്ലോണം എൻട്രൻസിന് മാർക്ക് വാങ്ങിയ ഒരു CBSE കുട്ടി ആ ഇയറിൽ കൊടുങ്ങുന്നായിരുന്നു ആദ്യം എല്ലാവരും വിചാരിച്ചു. ഞാൻ ആദ്യത്തെ കേസാണ് പറഞ്ഞത്, കാരണം എനിക്ക് വളരെ നന്നായിട്ട് അറിഞ്ഞ ഇയറാണ്. കാരണം ഞാൻ ആ വർഷമാണ് കീം എഴുതിയത്. ഞാനൊരു CBSE സ്റ്റുഡൻറ്റും കൊണ്ടായിരുന്നു. അപ്പോൾ ആ വർഷം അങ്ങനെ എഴുതിയ സമയത്ത് എന്ത് സംഭവിച്ചാൽ CBSE കുട്ടികൾക്ക് മാർക്ക് കുറയുന്നുള്ള കാരണത്താൽ അവരുടെ പാരൻസ് കേസ് കൊടുത്തിട്ട് കീമിൻ്റെ +2 മാർക്ക് അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളൊരു ക്രൈറ്റീരിയ വന്നിട്ടുണ്ടായിരുന്നു, ഒഴിവാക്കുന്നത്. പക്ഷേ അതിന് കൗണ്ടറായിട്ട് സ്റ്റേറ്റ് സ്റ്റുഡൻസിൻ്റെ പാരൻസ്, കാരണം അവരെയും കുറ്റം പറയില്ല, കാരണം അവർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ +2. അപ്പോൾ അവർ തിരിച്ച് പറഞ്ഞതാണ് എന്തായാലും അവർ കേസ് കൊടുത്തു. അങ്ങനെ എന്താക്കി +2 മാർക്ക് ആദ്യം എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കൊടുത്ത് പിന്നെ +2 മാർക്ക് എടുക്കാൻ തുടങ്ങി. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത്. കാരണം +2 മാർക്ക് അന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇന്നും +2 മാർക്ക് ഉണ്ടാവില്ലായിരുന്നു. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു വെച്ചാൽ +2 മാർക്ക് ഒഴിവാക്കിയിരുന്നെങ്കിൽ എൻട്രൻസിൻ്റെ മാർക്ക് മാത്രം. പക്ഷേ സ്റ്റേറ്റിലെ കുട്ടികൾ സത്യം പറയാമല്ലോ എക്സാം എഴുതി കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ എഴുതിയത്, എല്ലാന്നൊന്നും പറയില്ല. പക്ഷേ ഞാൻ പറയാണ്, ഫുൾ മാർക്ക് എല്ലാവർക്കും കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റാൻഡർഡൈസേഷൻ്റെ വാല്യൂ അങ്ങോട്ട് കൂടും. എല്ലാ കുട്ടികൾക്കും ഫുൾ മാർക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ എക്സാം കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ സ്റ്റാൻഡർഡൈസേഷൻ്റെ വാല്യൂ നല്ലോണം ഇൻക്രീസ് ആവും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ +2 മാർക്ക് 300 ആയതുകൊണ്ട് സ്റ്റേറ്റ് സ്റ്റുഡൻസിൻ്റെ 2021 പാസ് ഔട്ടായ സ്റ്റേറ്റ് സ്റ്റുഡൻസിൻ്റെ 44 മാർക്കാണ് കുറച്ച്. അങ്ങനെ അവർക്ക് ഒരു സ്റ്റേറ്റ് സ്റ്റുഡൻറ്റിന് കിട്ടിയത് 256 ആയിരുന്നു ഫുൾ മാർക്ക് കിട്ടിയിട്ട്. അവിടെ ആയിരുന്നു പ്രശ്നം. റിസൾട്ട് വരുമ്പോൾ എല്ലാ സ്റ്റേറ്റ് സ്റ്റുഡൻസും ഡൗൺ ആയി. അവർക്ക് അപ്പോഴാണ് +2 മാർക്ക് എടുക്കേണ്ട എന്നുള്ളൊരു അവസ്ഥ വന്നത്. ഈ സ്റ്റാൻഡർഡൈസേഷൻ്റെ കാര്യം എല്ലാ സ്റ്റുഡൻസും ഒന്ന് മറന്നുപോയി. അന്ന് അത്ര ഫേമസ് അല്ലായിരുന്നു ഈ ഒരു കാര്യം. എന്നാൽ ആരും ചിന്തിച്ചില്ല 44 കുറയുന്നത്. 10 12 അതിൻ്റെ മുന്നേ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും ഹെവി ആയിട്ട് കുറഞ്ഞത്. അതോടെ CBSEക്കാരുടെ കുറച്ച് CBSE സ്റ്റുഡൻസിന് കുറച്ച് ലക്കായി. എസ്പെഷ്യലി റിപ്പീറ്റേഴ്സിനെ പോലെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇൻക്രീസ് ആയി. കാരണം അവർക്കിപ്പം ഒരു 270 ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താ ആകെ 5-6 മാർക്ക് 266 ആ റേഞ്ചൊക്കെ കിട്ടി. അതേപോലെ സ്റ്റേറ്റ് സ്റ്റുഡൻസിന് വളരെ ഡൗൺ. അങ്ങനെ ഒരു ടോപ്പർ ആയിട്ടുള്ള സ്റ്റുഡൻറ്റിനെ വരെ 2021 സ്റ്റേറ്റിൽ ടോപ്പർ ആയ സ്റ്റുഡൻറ്റ് 61 ആയിരുന്നു കിട്ടിയ റാങ്ക്, ഏറ്റവും ടോപ്പർ. കീമിൽ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു, കീമിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അതേപോലെ +2 സ്റ്റേറ്റ് സിലബസിൽ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് 61 ആയിരുന്നു റാങ്ക് കിട്ടിയത്. അപ്പോൾ അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ സ്റ്റാൻഡർഡൈസേഷൻ ഇഷ്യൂ. അതിന് ശേഷം വരുന്ന ഇയറിലും സ്റ്റേറ്റ് സിലബസിനും കുറേ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അന്ന് ഈ 2021 ഇഷ്യൂവിൽ +2 മാർക്ക് അവിടെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നും ഈ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഈ +2 മാർക്ക് ഒരിക്കലും എടുക്കരുത് 100% സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരിക്കലും +2 മാർക്ക് എടുക്കുക. ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഇപ്പോൾ എൻട്രൻസിൻ്റെ മാർക്ക് മാത്രം എടുക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും +2 മാർക്ക് എന്തിനാണ്?
മക്കളെ +2 മാർക്ക് നിങ്ങൾ ചോദിക്കുന്ന ഉത്തരം എനിക്ക് ഉത്തരം തരാനില്ല. എൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ +2 മാർക്ക് ഒരിക്കലും നമുക്ക് എൻട്രൻസിലോട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നിൽക്കില്ല. കാരണം അവിടെ 2 സ്ട്രീം എക്സാമാണ്. എൻട്രൻസ് ആകുമ്പോൾ എല്ലാവരും ഒരു എക്സാം വരുന്നു. അപ്പോൾ പല കുട്ടികളും ഞാൻ കമൻറ്റ് സെക്ഷനിൽ കണ്ടാണ് ഞങ്ങൾക്ക് എൻട്രൻസിൽ കൊടുക്കാൻ ഫീസില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു ലെവലിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ +2 മാർക്ക് ഈ വർഷത്തെ എനിക്ക് എന്ത് സംഭവിക്കുന്നു ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പലരും കേസ് പോയിട്ടുണ്ട്, പല പൊളിറ്റിക്കൽ പാർട്ടീസും ഈ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ മെസ്സേജ് പോയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ കത്ത് കൊടുക്കലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയില്ല എന്ത് സംഭവിക്കുന്ന. റാങ്ക് ലിസ്റ്റ് ഡിലേ ആവാൻ നല്ല ചാൻസും കാണുന്നുണ്ട്. ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇനി വരുന്ന ഇയറിലെങ്കിലും ഈ ഒരു +2 മാർക്ക് അങ്ങോട്ട് ഒഴിവാക്കിയാൽ സത്യം പറയില്ല 2 പേർക്ക് ബെനിഫിറ്റ് ഇല്ല. സ്റ്റാൻഡേർഡൈസേഷൻ സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈക്വലാക്കി കൊണ്ടുവരാനാണ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും അത് ഈക്വൽ ആവില്ല. അത് നിങ്ങളെ വീണ്ടും ഡിസ്ക്രിമിനേറ്റ് പോകുന്നത്. കാരണം അത് കമ്പ്യൂട്ടറൈസ്ഡ് ഒരു കിടലിൻ ഫോർമുല കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഒരിക്കലും നമുക്കത് ജസ്റ്റിസ് ആയിട്ട് തോന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ +2 മാർക്ക് കീം എൻട്രൻസിൽ നിന്ന് എന്നോ എടുത്ത് കളയുന്നോ അന്നായിരിക്കും എൻട്രൻസിന് നല്ല ഹൈ വാല്യൂ കൂടുക. എന്ന് വെച്ചാൽ ഏതൊരു കുട്ടിയും ഈക്വൽ ആവും. കാരണം വെച്ചാൽ എൻട്രൻസിൽ പഠിച്ചോ നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടും, എൻട്രൻസിൽ പഠിച്ചിട്ടില്ല എൻട്രൻസ് കിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നൊരു കുട്ടി അയാൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 75% ഉള്ള ആൾക്ക് +2 ഇല്ലെങ്കിൽ അയാൾക്ക് നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പോകാൻ കുഴപ്പമില്ല. കാരണം എന്താണ്, +2 മാർക്ക് അവിടെ എടുക്കണില്ല. നേരെ മറിച്ച് അയാൾ നേരെ CBSEയിലോട്ട് അല്ലെങ്കിൽ അയാൾ ഒരു കീമിലോട്ട് വരുമ്പോൾ ആദ്യം ചിന്തിക്കണം, അയ്യോ +2 മാർക്ക് കുറവാണ്, അതുകൊണ്ട് എനിക്ക് കീമിൽ നല്ല മാർക്ക് കിട്ടിയിട്ടും കാര്യമുള്ളൂ. അപ്പോൾ അതാണ് അവിടെ വരുന്ന പ്രശ്നം. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻസിൽ ഒരിക്കലും +2 മാർക്ക് കൺസിഡർ ചെയ്യരുത്. +2 മാർക്ക് വേറെ ഒരു രീതിയിൽ തന്നെ യൂസ് ചെയ്യുക. അത് ഡിഗ്രി കാര്യങ്ങൾക്ക് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങൾക്കേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. +2 മാർക്കിന് ഞാൻ എപ്പോഴും പറയണം, എൻട്രൻസിന് അത് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു സൈഡിന് സ്ട്രീമിന് അത് യൂസ് ആവില്ല. എസ്പെഷ്യലി CBSE ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, മറ്റ് സിലബസ് ആയിക്കോട്ടെ, എൻട്രൻസ് എക്സാമിനേഷൻസ് ഡിഫറൻ്റ് ആയിട്ട് നടത്തണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതാകുമ്പോൾ എല്ലാവരും ഒരു റൈറ്റ് ആയിട്ട് എന്താ പറയുക, ഒരു ഇതിൻ്റെ അണ്ടറിൽ വരും. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈക്വാലിറ്റി അവിടെ കൃത്യമായിട്ട് കിട്ടും. നിങ്ങൾ എൻട്രൻസിന് ഇനി പ്രിപ്പയർ ചെയ്യുന്നത്, ഇനി ഈ വർഷം കീം എഴുതാം, അടുത്ത വർഷം കീം എഴുതാൻ പോകുന്ന കുട്ടികളായിക്കോട്ടെ, +2 മാർക്ക് എടുക്കാൻ അടുത്ത വർഷം വളരെ ചാൻസ് കുറവാണ്. കാരണം ഇങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് എടുക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അത് എടുക്കാതിരുന്നാലാണ് എല്ലാവർക്കും നല്ലൊരു രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാന്നുണ്ടെങ്കിൽ വരുന്ന വർഷങ്ങളിൽ ഇനിയിപ്പോൾ ഈ വർഷം സ്റ്റേറ്റുകാർക്കാണ് മാർക്ക് കുറഞ്ഞെന്നിരിക്കുക, ഇനി നെക്സ്റ്റ് ഇയറിൽ സ്റ്റേറ്റിൻ്റെ എക്സാം ടഫായിരിക്കും. അങ്ങനെ CBSE എക്സാം കുറച്ചുകൂടി എളുപ്പമായി നമ്മൾ ചിന്തിക്കുമായിരിക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കും. എന്താ, CBSEക്കാർക്ക് മാർക്ക് കുറയും, സ്റ്റേറ്റുകാർക്ക് മാർക്ക് കൂടും. അങ്ങനെ എല്ലാ വർഷവും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരും. നിങ്ങളായിരിക്കും CBSE പഠിക്കുന്നവർക്ക് ലാഭം, സ്റ്റേറ്റും, അങ്ങനെ ഒരു ചിന്ത വന്ന് അതൊരു ഭയങ്കര ഒരു കോൺട്രവേഴ്സിലോട്ട് പോകും. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്താണ്, +2 മാർക്ക് എടുക്കാതിരിക്കുക. അപ്പോൾ 2021 ഇഷ്യൂ ഞാൻ സ്റ്റേറ്റ് ചെയ്യാൻ കാരണം അത് അന്ന് അത്രയും ഇഷ്യൂ ആയൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വർഷത്തെ റിസൾട്ട് അനാലിസിസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ ആ ഒരു തെറ്റല്ല, ഒരു CBSE കുട്ടിയുടെ സ്റ്റേറ്റ് കുട്ടിയുടെ ഒന്നും തെറ്റല്ല. ഇത് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം മാത്രമായിട്ട് ഞാൻ കാണുന്നു. എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് നല്ല പ്രോബ്ലം ഉണ്ട് കേരളത്തിൽ, എല്ലാവർക്കും അറിയാം. പക്ഷേ അതിലൊരു പ്രോബ്ലം, മെയിൻ പ്രോബ്ലമാണ് ഈ കീം എൻട്രൻസ് എക്സാം വർഷങ്ങളായിട്ട് നടക്കുന്നൊരു പ്രോബ്ലം. 3-4 വർഷമായിട്ട് ഇതിന് സൊല്യൂഷൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. സോ എന്ത് ഡൗട്ടിനും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ കൂടെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാം. ലാസ്റ്റ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു കൺഫർമേഷൻ വരാനുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനും പല കേസുകളും നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റുള്ളൂ. സോ വെയിറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.